വാർത്തകൾ വിശദമായി. വ്യാജരേഖ കേസിൽ വിദ്യ റിമാൻഡിൽ 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. മണ്ണാർക്കാട് കോടതിയുടേതാണ് ഉത്തരവ്. വിവരങ്ങളുമായി തുളസി പ്രസാദ് ചേരുന്നു. തുളസി, 15 ദിവസത്തിന് ശേഷമാണ് വിദ്യയെ കണ്ടെത്തിയത്. അതിനുശേഷം ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി റിമാൻഡിലാക്കിയിരിക്കുന്നു. അതിനിടയിൽ 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയുമുണ്ട്. എങ്ങനെയാണ് കോടതിയുടെ തീരുമാനം? ഫിജി, മണ്ണാർക്കാട് കോടതിയിൽ ഉച്ചയ്ക്ക് 1:30യോടെയാണ് വിദ്യയെ പോലീസ് സംഘം എത്തിച്ചത്. ഇപ്പോൾ അതിലൊരു വിധി വന്നിരിക്കുന്നു. വിദ്യയെ ജൂലൈ 6 വരെയാണ് 14 ദിവസത്തെ റിമാൻഡിൽ വിട്ടിരിക്കുകയാണ്. ഈ പോലീസിന്റെ ആവശ്യം എന്നത് 2 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു. കാരണം ഈ അട്ടപ്പാടി കോളേജിൽ വിദ്യ സമർപ്പിച്ച രേഖകൾ, വ്യാജരേഖയെന്ന് പറയപ്പെടുന്ന ഈ രേഖകളുടെ അസൽ ലഭ്യമായിട്ടില്ല. വിദ്യ എല്ലായിടത്തും ഇതിന്റെ ഫോട്ടോ കോപ്പികളാണ് സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അസൽ രേഖ ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വിദ്യയെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഉണ്ട്. അതുകൊണ്ട് തന്നെ 2 ദിവസത്തെ കസ്റ്റഡിയിൽ വേണം എന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ആവശ്യം. ഇത് അംഗീകരിച്ചുകൊണ്ടാണ് 2 ദിവസത്തേക്ക് ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. വിദ്യയെ 24-ാം തീയതി 2:45 വരെയാണ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം വിദ്യയെ കോടതിയിൽ ഹാജരാക്കണം. 24-ാം തീയതി തന്നെ വിദ്യയുടെ ജാമ്യ ഹർജിയും മണ്ണാർക്കാട് കോടതി പരിഗണിക്കുന്നുണ്ട്. പ്രധാനമായും വിദ്യ മണ്ണാർക്കാട് കോടതിയിൽ ഉന്നയിച്ച വാദം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ഗൂഢാലോചനയാണ്, തനിക്കെതിരെ കെട്ടിച്ചമച്ച കേസാണ് എന്നാണ് പറയുന്നത്. ഇതിലൊരു ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടില്ല എന്നും പറയുന്നു. കാരണം പോലീസിന്റെ കുറ്റപത്രം അനുസരിച്ച് ഈ വിദ്യക്കെതിരെ വഞ്ചനാ കുറ്റം, മനഃപൂർവ്വമായി രേഖ ചമയ്ക്കൽ, മനഃപൂർവ്വമായി വഞ്ചിക്കുക, ഇത്തരത്തിലുള്ള വകുപ്പുകൾ ചേർത്തായിരുന്നു വിദ്യക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. എന്നാൽ ഇതൊരു ഗൂഢാലോചനയുടെ പുറത്തെടുത്ത ഒരു കേസാണ് എന്നാണ് വിദ്യയുടെ വാദം. ഇത് തന്നെയാണ് കോടതിയിലും പറയുന്നത്. അതുപോലെ തന്നെ താൻ ഒളിവിൽ പോയതായിരുന്നില്ല, നോട്ടീസ് അയച്ചിരുന്നെങ്കിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായനെ തുടങ്ങിയ വാദങ്ങളും വിദ്യയുടെ അഭിഭാഷകൻ മണ്ണാർക്കാട് കോടതി മുമ്പാകെ പറഞ്ഞിട്ടുണ്ട്, വാദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ വിടരുത് എന്നൊരു ആവശ്യവും അഭിഭാഷകൻ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇത് അംഗീകരിക്കാതെയാണ് അന്വേഷണ സംഘത്തിന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് കോടതി ഇപ്പോൾ 2 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഫിജി, എന്തായാലും പോലീസിനെ സംബന്ധിച്ച് ഈ 2 ദിവസം വളരെ സുപ്രധാനമാണ്. എവിടെയൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണങ്ങൾ ആവശ്യമായി വരും? വ്യാജരേഖ ചമച്ചതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങളിൽ, അവർ പ്രവൃത്തി പരിചയം കാണിച്ച സ്ഥാപനങ്ങളിൽ, ജോലിക്ക് അപേക്ഷിച്ച സ്ഥാപനത്തിൽ എവിടെയൊക്കെ ഈ ഒരു തെളിവെടുപ്പും മറ്റു കാര്യങ്ങളും ആവശ്യമായി വരും? തീർച്ചയായും ഫിജി, ഈ 2 ദിവസം, ഈ ഒരു കസ്റ്റഡി കാലയളവിലെ 2 ദിവസം എന്ന് പറയുന്നത് അന്വേഷണ സംഘത്തിന് ഏറെ നിർണായകമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും ദിവസങ്ങളിൽ വിദ്യ ഒളിവിലായിരുന്നു, 15 ദിവസത്തോളം കാണാമറയത്ത് ഇരുന്നു. അതുകൊണ്ട് തന്നെ ഈ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയും ഏറെയാണ് എന്ന് പോലീസ് അന്വേഷണ സംഘം പറയുന്നത്. പലപ്പോഴും ഒരു വിമർശനത്തിന് മുന്നിൽ ആയിരുന്നു അന്വേഷണ സംഘം ഉണ്ടായിരുന്നത്. അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു, വിദ്യയെ കാണാനാകുന്നില്ല. പല സ്ഥലങ്ങളിലും തെരച്ചിൽ നടത്തുമ്പോഴും വിദ്യയുടെ കാസർഗോഡ് വീട്ടിൽ അന്വേഷണ സംഘം എത്തിയപ്പോഴും വീട് പൂട്ടിയിരിക്കുന്നു, ഒന്നും ലഭിച്ചില്ല എന്നൊരു കാരണം പറഞ്ഞായിരുന്നു അന്വേഷണ സംഘം തിരിച്ചെത്തിയത്. ഇതെല്ലാം തന്നെ അന്വേഷണ സംഘത്തെ വിമർശനത്തിനിടയിലേക്ക് വലിച്ചിഴക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ ഈ അന്വേഷണത്തിൽ വലിയ രീതിയിലുള്ള ഒരു പാകപ്പിഴവുകളും അപാകതകളും സംഭവിച്ചു എന്നതടക്കമുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 ദിവസം അന്വേഷണ സംഘത്തിന് ഏറെ പ്രധാനപ്പെട്ടതാണ്. ഈ വിദ്യയെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. പ്രധാനമായും ഇവർക്ക്, അന്വേഷണ സംഘത്തിന് ഇതിന്റെ ഒരു ഒറിജിനൽ രേഖ ലഭിക്കേണ്ടതുണ്ട്. അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം നിലവിൽ അന്വേഷണ സംഘത്തിന് ഒരു പിടിവള്ളിയായി, ഒരു കച്ചിത്തുരുമ്പായി കയ്യിലുള്ളത് എന്ന് പറയുന്നത് അട്ടപ്പാടിയിൽ സമർപ്പിച്ച വിദ്യയുടെ ബയോഡാറ്റയാണ്. അതിനകത്ത് സ്വയം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്, സ്വന്തം ഒപ്പുണ്ട്, സ്വന്തം കൈപ്പടയാൽ വിദ്യ എഴുതിയ ബയോഡാറ്റയാണ് അട്ടപ്പാടി കോളേജിൽ സമർപ്പിച്ചിരിക്കുന്നതായിട്ട് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ മറ്റ് രേഖകളെല്ലാം തന്നെ ഈ സ്വയം സാക്ഷ്യപ്പെടുത്തിയതല്ല എന്നത് ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒറിജിനൽ അസൽ പതിപ്പ് അന്വേഷണ സംഘത്തിന് ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും അന്വേഷണ സംഘം വിദ്യയുടെ വീട്, അതായത് തൃക്കരിപ്പൂരിലെ വീട്ടിലും മറ്റു സ്ഥലങ്ങളിലും അന്വേഷണ സംഘം തെരച്ചിൽ നടത്തേണ്ടതിന്റെ അത്യാവശ്യമുണ്ട്. അതുപോലെ തന്നെ ഈ രേഖ എവിടുന്ന്, ഈ വ്യാജരേഖ എങ്ങനെയാണ് ഉണ്ടാക്കിയത്, അതുപോലെ തന്നെ ഇതിനുപയോഗിച്ച വ്യാജ സീൽ എന്നിവയടക്കമുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, ഇതിനാരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ആരാണ്, എത്തരത്തിലുള്ള ഒരു സഹായം വിദ്യയ്ക്ക് ലഭിച്ചു, അതുപോലെ തന്നെ ഇതിലൊരു ആസൂത്രിത ഗൂഢാലോചന നടന്നിട്ടുണ്ടോ, ഈ മഹാരാജാസ് കോളേജുമായി ബന്ധപ്പെട്ട
വ്യാജരേഖയാണ് സമർപ്പിക്കപ്പെട്ടത് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ മഹാരാജാസ് കോളേജുമായി ബന്ധപ്പെട്ട ആരെങ്കിലും അധ്യാപകരോ മറ്റുദ്യോഗസ്ഥരോ ആരെങ്കിലും വിദ്യയെ സഹായിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് അറിയേണ്ടതുണ്ട്. ഇപ്പോൾ ആകെ ഉള്ളൊരു തെളിവ് എന്ന് പറയുന്നത് ഈ ഒരു ബയോഡാറ്റ മാത്രമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ തെളിവുകൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യലിന്റെ ആവശ്യം തന്നെയുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ കരിന്തളം കോളേജ് അധികൃതർ നീലേശ്വരം പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. വിദ്യ അവിടെ വ്യാജരേഖ സമർപ്പിച്ച് പഠിപ്പിച്ചു എന്നത് ചൂണ്ടിക്കാട്ടി ഒരു കേസ് നിലനിൽക്കുന്നുണ്ട്. ഇതിലും നീലേശ്വരം പോലീസ് വിദ്യയുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ തന്നെയാണ് നീലേശ്വരം പോലീസിന്റെ നീക്കം. ഈ ഒരു കേസിൽ കൂടി നീലേശ്വരം പോലീസ് നാളെ മണ്ണാർക്കാട് കോടതിയിൽ വിദ്യക്കായി കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിജി, തുളസി, ഈ കേസ് കെട്ടിച്ചമച്ചതാണ്, രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നൊക്കെ പറയുമ്പോഴും വിദ്യയുടെ കയ്യൊപ്പ് ചാർത്തിയ രേഖയാണ് കോളേജിലേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന എന്നൊക്കെ മറ്റും വിദ്യ ആരോപിക്കുന്നത്? വിദ്യ പ്രധാനമായും പറയുന്ന ഒരു വാദം എന്ന് പറയുന്നത് ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചന, അതായത് കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനകൾ വിദ്യയെ കരുവാക്കി ഇത്തരത്തിലുള്ളൊരു കേസ് കെട്ടിച്ചമച്ചു എന്നാണ് വിദ്യ പറയുന്നത്. കാരണം താൻ പഠനത്തിൽ മികവ് തെളിയിച്ചൊരു വ്യക്തിയാണ്, നന്നായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ തനിക്ക് ഇത്തരത്തിലൊരു വ്യാജരേഖ കെട്ടിച്ചമയ്ക്കേണ്ട ഒരു ആവശ്യവും ഇല്ല എന്നാണ് വിദ്യ പറയുന്നത്. ഏതറ്റം വരെയും നിരപരാധിത്വം തെളിയിക്കാൻ നിയമത്തിന്റെ ഏത് വഴിയും സ്വീകരിക്കുമെന്നും നേരത്തെ മാധ്യമങ്ങളോട് വിദ്യ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഫിജി, ശരി, തുളസി പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. വ്യാജരേഖ കേസിൽ വിദ്യയെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നു. പോലീസിന്റെ 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കുകയും ചെയ്യും.